നമസ്കാരം. തെമ്മാടിത്തരം അത് വെച്ചു പുലർത്താൻ സാധിക്കില്ല. CPM-ന് പ്രത്യേകിച്ച്. CPM-നെതിരെ ഉയരുന്ന സൈബർ ആക്രമണങ്ങളിൽ കുപിതനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥിയായ KK ശൈലജയ്ക്കെതിരെ അശ്ലീല പ്രചാരണമുണ്ടാക്കുന്നു എന്ന ആരോപണത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തരമല്ലേ എന്നും ഇത്തരം തെമ്മാടിത്തരങ്ങൾ രാഷ്ട്രീയത്തിൽ അനുവദിക്കാൻ പാടുണ്ടോ എന്നുമാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായി രംഗത്തു വരാൻ അതത് പാർട്ടികളുടെ നേതൃത്വം തന്നെ തയ്യാറാവേണ്ടതുണ്ട് എന്നും എങ്ങനെയാണ് ഇത്ര ഹീനമായ രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പ്രചരണം നടത്താൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നമ്മുടെ പൊതുവായ സാംസ്കാരിക രീതിയെ അല്ലേ അത് വെല്ലുവിളിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. നമ്മൾ ഏത് കാര്യത്തിലും സംസ്കാരം കാണിക്കേണ്ടതുണ്ട്. ആ സംസ്കാരത്തിന് ചേരാത്ത രീതിയല്ലേ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത്തരം ആളുകളെ തള്ളിപ്പറയാനും ആ ചെയ്തികളെ തള്ളിപ്പറയാനും ആ രീതികളെ തള്ളിപ്പറയാനും എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന് മടി എന്നതാണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം. അതല്ലേ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. LDF-ന് അങ്ങനെയുള്ള പണികളൊന്നുമില്ല എന്നുള്ള അവകാശമാണ് ഇവിടെ മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. LDF-ന് ഇമാതിരി തറവേല കാണിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിശക്തമായ LDF തരംഗം അലയടിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി ഇതോടൊപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം യഥാർത്ഥത്തിൽ CPM ചെയ്തു വെച്ച, മുഖ്യമന്ത്രി ചെയ്തു വെച്ച കാര്യങ്ങൾക്കുള്ള റിയാക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് കർമ്മഫലം. ഇതേക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. BJP വിരുദ്ധത വളർത്താനും CPM-ന് വേണ്ടി പ്രത്യേക പ്രൊമോഷനും എല്ലാം വേണ്ടി മുഖമില്ലാത്തതും ഉള്ളതുമായിട്ടുള്ള നിരവധി പ്രൊഫൈലുകൾ സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ച ചില അന്തംഗമകൾക്ക് ആ സോഷ്യൽ മീഡിയയുടെ നിയന്ത്രണം മുഴുവൻ അവർക്ക് കയ്യിലേക്ക് കൊടുക്കുകയും ചെയ്തതിന്റെ തിക്തഫലമാണ് ഇന്നിപ്പോൾ KK ശൈലജ ടീച്ചർ അനുഭവിക്കുന്നത് എന്നതാണ് നാം പറയേണ്ടിയിരിക്കുന്നത്. CPM ചെയ്തു വെച്ചിരിക്കുന്ന സൈബർ ആക്രമണത്തിനെല്ലാം കാലം കണക്ക് ചോദിച്ചപ്പോൾ കാലക്കേടിന് ശൈലജ ടീച്ചർ ഇരയായി പോയി എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ ശൈലജ ടീച്ചർക്കെതിരെ ഉണ്ടായിരിക്കുന്ന സൈബർ ആക്രമണത്തെ ന്യായീകരിക്കാനല്ല ശ്രമിക്കുന്നത്. മറിച്ച് പൊതുജന അഭിപ്രായത്തെ പോലും നിയന്ത്രിച്ച സൈബർ കമ്മികളുടെ സൈബർ ആക്രമണത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് കുറ്റബോധം ഉണ്ടാകണമെന്നതാണ് ഇതിൽ നിന്ന് പറയാനുള്ളത്. കാരണം നിനക്ക് മാത്രമല്ല നിന്റെ എതിർവശത്തുള്ളവനും ജീവിക്കാനും അഭിപ്രായം പറയാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നൊരു ബോധം ഈ സൈബർ കമ്മികൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എന്തായാലും സംഭവത്തിൽ KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം നടത്തി എന്ന പരാതിയിൽ ഇതുവരെ 4 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കോഴിക്കോട് നടുവണ്ണൂർ സ്വദേശിയായ ഗൾഫ് മലയാളി KM മിൻഹാജിനെതിരെ 2 ഇടത്താണ് കേസെടുത്തിരിക്കുന്നത്. വടകരയിലും മട്ടന്നൂരിലുമാണ് മിൻഹാജിനെതിരെ കേസെടുത്തത്. പേരാമ്പ്ര പോലീസ് സൽമാൻ വാളൂർ എന്ന ലീഗ് പ്രവർത്തകനെതിരെയും കേസെടുത്തു. നേരത്തെ ന്യൂ മാഹി പോലീസ് ലീഗ് പ്രാദേശിക നേതാവിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. കേസിൽ ഇതുവരെ പ്രതി ചേർക്കപ്പെട്ടവരെല്ലാം മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്നാണ് പോലീസ് പറയുന്നത്.